ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലീഗൽ മെട്രോളജി പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് റൂൾസ് നിലവിൽ വന്ന വർഷം. ലീഗൽ മെട്രോളജി റൂൾസ് നിലവിൽ വന്ന വർഷം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? 2011 ലീഗൽ മെട്രോളജി പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് റൂൾസ് നിലവിൽ വന്ന വർഷം 2011. പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങളുടെ ലേബലിംഗ് അളവ്, വില എന്നിവ നിയന്ത്രിക്കുന്നതിനായിട്ട് 2011 ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കണം, ലീഗൽ മെട്രോളജി റൂൾസ് നിലവിൽ വന്ന വർഷം 2011. അത് എന്തിനാണ് നിലവിൽ വന്നത്? പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങളുടെ ലേബലിംഗ്, അളവ്, വില എന്നിവ നിയന്ത്രിക്കുന്നതിനായി 2011 ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. അടുത്ത ചോദ്യം, പാക്കേജ്ഡ് കമ്മോഡിറ്റി എന്നത് എന്താണ്? പാക്കേജ്ഡ് കമ്മോഡിറ്റി എന്നത് എന്താണ്? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ ഈ പാക്കേജ്ഡ് കമ്മോഡിറ്റി എന്നത്. പക്ഷെ അത് എന്താണ് എന്ന് പലർക്കും അറിയത്തില്ല. എന്താണത്? 4 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം എന്ന് കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, മുൻകൂട്ടി പാക്ക് ചെയ്ത ഉൽപ്പന്നം. അതായത് ഉപഭോക്താവിന് വിൽക്കുന്നതിന് മുമ്പ് പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങളെയാണ് പാക്കേജ്ഡ് കമ്മോഡിറ്റി എന്ന് പറയുന്നത്. ഇനി ഓർത്തിരിക്കണം കേട്ടോ, ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അടുത്ത്, പാക്കേജിൽ നിർബന്ധമായും രേഖപ്പെടുത്തേണ്ട വിവരം ഏത്? നമ്മൾ പാക്കേജ് ഒക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും. എല്ലാവരും വീടുകളിലേക്കൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് അല്ലേ? അപ്പോൾ ഈ പാക്കേജിൽ പാക്ക് ചെയ്ത സാധനങ്ങളിൽ നിർബന്ധമായും രേഖപ്പെടുത്തേണ്ട വിവരം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, മുകളിൽ പറഞ്ഞ എല്ലാം രേഖപ്പെടുത്തണം അല്ലെ. ഏതാണ്? നിർമ്മാതാവിന്റെ പേര്, നെറ്റ് ക്വാണ്ടിറ്റി, MRP. ഈ കാര്യങ്ങളെല്ലാം തന്നെ പാക്കേജിൽ നിർബന്ധമായും രേഖപ്പെടുത്തേണ്ടതാണ്. ഉപഭോക്താവിന് വ്യക്തമായ വിവരം നൽകുന്നതിനായി ഇവ നിർബന്ധമാണ്. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കി മനസ്സിലാക്കിയാണ് സാധനങ്ങൾ വാങ്ങേണ്ടതിന്. ഈ പാക്കേജിൽ നിർബന്ധമായും ഈ കാര്യങ്ങൾ നിർബന്ധമായും രേഖപ്പെടുത്തേണ്ടതാണ്, ഈ വിവരങ്ങൾ. അടുത്തത്, MRP എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുന്ന അവസരത്തിൽ MRP കാണാറുണ്ടല്ലേ? പലരും കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ പൂർണ്ണ രൂപം പലർക്കും അറിയാൻ കഴിയില്ല. എന്താണ് അതിന്റെ പൂർണ്ണ രൂപം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. ഉപഭോക്താവിൽ നിന്ന് ഈടാക്കാവുന്ന പരമാവധി വിലയാണ് എന്ത്? MRP, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. അടുത്ത ചോദ്യം, നെറ്റ് ക്വാണ്ടിറ്റി എന്തിനെ സൂചിപ്പിക്കുന്നു? നെറ്റ് ക്വാണ്ടിറ്റി പലരും കേട്ടിട്ടുണ്ടാവും, നെറ്റ് ക്വാണ്ടിറ്റി എന്നത്. പക്ഷെ അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പലർക്കും അറിയത്തില്ല. എല്ലാവരും നമ്മൾ നിലവിൽ എല്ലാ മേഖലയിലുള്ള ആൾക്കാർ അറിയുന്ന ഒരു വാക്കാണ് നെറ്റ് ക്വാണ്ടിറ്റി. പക്ഷെ അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പലർക്കും അറിയത്തില്ല. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഉള്ളടക്കത്തിന്റെ യഥാർത്ഥ അളവ്. അതായത് പാക്കിന്റെ ഭാരം ഒഴിവാക്കി ഉള്ളിലെ ഉൽപ്പന്നത്തിന്റെ അളവാണ് നെറ്റ് ക്വാണ്ടിറ്റി. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, ഉള്ളടക്കത്തിന്റെ യഥാർത്ഥ അളവ്. ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, പാക്കിന്റെ ഭാരം ഒഴിവാക്കി ഉള്ളിലെ ഉൽപ്പന്നത്തിന്റെ അളവാണ് നെറ്റ് ക്വാണ്ടിറ്റി. അറിയാം, പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് റൂൾസ് പ്രകാരം MRP രേഖപ്പെടുത്തേണ്ടത് എവിടെയാണ്? പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് റൂൾസ് പ്രകാരം MRP രേഖപ്പെടുത്തേണ്ടത് എവിടെയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, പാക്കേജില് വ്യക്തമായി, അതായത് ഉപഭോക്താവിന് വ്യക്തമായി കാണാവുന്ന രീതിയിൽ പാക്കേജില് രേഖപ്പെടുത്തണം. പാക്കേജ്ഡ് കമ്മോഡിറ്റി റൂൾസ് പ്രകാരം MRP എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? എവിടെയാണ്? പാക്കേജില് വ്യക്തമായി. അടുത്ത ചോദ്യം,
താഴെ പറയുന്നവയിൽ ഏത് പാക്കേജ്ഡ് കമ്മ്യൂണിറ്റീസ് റൂൾസ് ലംഘനമാണ്? താഴെ പറയുന്നവയിൽ 4 ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതാ പാക്കേജ്ഡ് കമ്മ്യൂണിറ്റി റൂൾസിലെ ലംഘനമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, മുകളിൽ പറഞ്ഞ എല്ലാം. അതായത് MRP രേഖപ്പെടുത്താത്തത്, അതുപോലെ തന്നെ തെറ്റായ നെറ്റ് ക്വാണ്ടിറ്റി, അതുപോലെ നിർമ്മാതാവിന്റെ വിലാസം നൽകാത്തത്, ഇതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. അപ്പോൾ അത് ലംഘനമാണ് എന്ന് പറയാം. ഇതെല്ലാം നിയമ ലംഘനങ്ങളാണ്. അടുത്ത ചോദ്യം, മാനുഫാക്ചറർ എന്നത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മാനുഫാക്ചറർ എന്ന്. പക്ഷെ അത് ആരെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പലർക്കും അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണ് അത് കൃത്യമായിട്ട് അറിയാവുന്ന കുട്ടികൾ ധാരാളം ഉണ്ടാവും. പക്ഷെ അത് എന്താണ് മാനുഫാക്ചർ എന്നത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? അറിയാൻ വയ്യാത്തവര് മനസ്സിലാക്കിയിരിക്കുക. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ഉൽപ്പന്നം നിർമ്മിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം. അതായത് പാക്ക് ചെയ്ത ഉൽപ്പന്നം നിർമ്മിക്കുന്നവരാണ് മാനുഫാക്ചറർ. പ്രത്യേകം ഓർത്തിരിക്കണം, മാനുഫാക്ചറർ എന്ന് ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഉൽപ്പന്നം നിർമ്മിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം. അതായത് പാക്ക് ചെയ്ത ഉൽപ്പന്നം നിർമ്മിക്കുന്നവരാണ് ഈ മാനുഫാക്ചറർ. ഓർത്തിരിക്കണം കേട്ടോ. അടുത്തത്, പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് റൂൾസ് പ്രകാരം ഉപയോഗിക്കേണ്ട അളവ് സംവിധാനം ഏത്? പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് റൂൾസ് പ്രകാരം ഉപയോഗിക്കേണ്ട അളവ് സംവിധാനം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, SI യൂണിറ്റ്സ് ആണല്ലേ. ഭാരം, അളവ് എന്നിവ SI യൂണിറ്റുകളിൽ രേഖപ്പെടുത്തണം. അപ്പോൾ പാക്കേജ്ഡ് കമ്മ്യൂണിറ്റി റൂൾസ് പ്രകാരം ഉപയോഗിക്കേണ്ട അളവ് സംവിധാനം ഏതാണ്? SI യൂണിറ്റ്സ്. അത് ചോദ്യം, ഇമ്പോർട്ടർ എന്നത് എന്താണ്? ഇമ്പോർട്ടർ എന്നത് എന്താണ്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഇപ്പോൾ ഒത്തിരി കേട്ടുകേൾവിയുള്ള വാക്കുകളാണല്ലേ ഇമ്പോർട്ടർ ഒക്കെ. അപ്പോൾ അത് എന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? വിദേശത്തു നിന്ന് ഉൽപ്പന്നം കൊണ്ടുവരുന്നവൻ. അതായത് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കും ഈ നിയമങ്ങൾ ബാധകമാണ്. ഇമ്പോർട്ടർ എന്നത് എന്താണ്? വിദേശത്തു നിന്ന് ഉൽപ്പന്നം കൊണ്ടുവരുന്നവൻ. അടുത്ത ചോദ്യം, പാക്കേജ്ഡ് കമ്മ്യൂണിറ്റി റൂൾസ് ഉപഭോക്താവിനെ എങ്ങനെ സഹായിക്കുന്നു? പാക്കേജ്ഡ് കമ്മോഡിറ്റി റൂൾസ് ഉപഭോക്താവിനെ എങ്ങനെ സഹായിക്കുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, മുകളിൽ പറഞ്ഞ എല്ലാം. അതായത് ശരിയായ വിവരം നൽകുന്നു, തെറ്റിദ്ധരിപ്പിക്കൽ ഒഴിവാകുന്നു, വില കബളിപ്പിക്കൽ തടയുന്നു. ഇതാണ് പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് റൂൾസ് ഉപഭോക്താവിനെ എങ്ങനെ സഹായിക്കുന്നു? ശരിയായ വിവരം നൽകുന്നു, തെറ്റിദ്ധരിപ്പിക്കൽ ഒഴിവാക്കുന്നു, വില കബളിപ്പിക്കൽ തടയുന്നു. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഈ നിയമങ്ങൾ രൂപീകരിച്ചിരിക്കുന്നു. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്തുന്ന പ്രധാനമായും ഏത് ഉൽപ്പന്നങ്ങളിൽ? നമ്മൾ ഏത് സാധനം വാങ്ങിയാലും അതിന്റെ എക്സ്പയറി ഡേറ്റ് എല്ലാവരും നോക്കും അല്ലേ? അത് എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്തുന്ന പ്രധാനമായും ഏത് ഉൽപ്പന്നങ്ങളിലാണ്? അത് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാമോ? 4 ഓപ്ഷൻ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? കണ്ടുപിടിച്ചോ, ഏതാണ്? മുകളിൽ പറഞ്ഞ അല്ലാതെ ഭക്ഷ്യവസ്തുക്കള്, മരുന്നുകള്, കോസ്മെറ്റിക്സ്. ഈ എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്തുന്ന പ്രധാനമായും ഏതിലൊക്കെയാണ്? ഭക്ഷ്യവസ്തുക്കള്, മരുന്നുകള്, കോസ്മെറ്റിക്സ്. ഉൽപ്പന്നത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ എക്സ്പയറി ഡേറ്റ് നിർബന്ധമാണ്. അടുത്ത ചോദ്യം, പാക്കേജ്ഡ് കമ്മോഡിറ്റി റൂൾസ് പ്രകാരം തെറ്റായ MRP രേഖപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? പാക്കേജ്ഡ് കമ്മോഡിറ്റി റൂൾസ് പ്രകാരം തെറ്റായ MRP രേഖപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? പിഴ ലഭിക്കും അല്ലെ? പിഴ ലഭിക്കും. MRP സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ നൽകുന്നത് നിയമലംഘനമാണ്. അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? പിഴ ലഭിക്കും. അടുത്ത ചോദ്യം, റീറ്റെയിൽ സെയിൽ പ്രൈസ് എന്നത് എന്താണ്? റീറ്റെയിൽ സെയിൽ പ്രൈസ് എന്നത് എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഉപഭോക്താവിന് വിൽക്കുന്ന വില. അതായത് റീറ്റെയിൽ സെയിൽ പ്രൈസ് ഉപഭോക്താവ് നൽകേണ്ട വിലയാണ്. അടുത്ത ചോദ്യം, പാക്കേജില് കൺസ്യൂമർ കെയർ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത് എന്തിന്? പാക്കേജില് കൺസ്യൂമർ കെയർ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത് എന്തിന്? 4 ഓപ്ഷൻ ഉണ്ട് താഴെ. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ഉപഭോക്താവിന് പരാതി നൽകാൻ. അതായത് പരാതികളും സംശയങ്ങളും അറിയിക്കാൻ കൺസ്യൂമർ കെയർ വിവരങ്ങൾ
നൽകുന്നു. അതായത് പാക്കേജിൽ കൺസ്യൂമർ കെയർ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ട എന്തിനാണ്? ഉപഭോക്താവിന് പരാതി നൽകാൻ, പരാതികളും സംശയങ്ങളും ഒക്കെ അറിയിക്കാൻ കൺസ്യൂമർ കെയർ വിവരങ്ങൾ നൽകുന്നു. അടുത്ത ചോദ്യം, പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് റൂൾസ് പ്രകാരം അളവുകൾ എങ്ങനെ രേഖപ്പെടുത്തണം? പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് റൂൾസ് പ്രകാരം അളവുകൾ എങ്ങനെ രേഖപ്പെടുത്തണം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, വ്യക്തവും വായിക്കുവാൻ എളുപ്പവുമായ രീതിയിൽ. അതായത് ഉപഭോക്താവിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കണം. പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് റൂൾസ് പ്രകാരം അളവുകൾ എങ്ങനെ രേഖപ്പെടുത്തണം? വ്യക്തവും വായിക്കാൻ എളുപ്പവുമായ രീതിയിൽ രേഖപ്പെടുത്തണം. അടുത്ത ചോദ്യം, ലോട്ട് നമ്പർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലോട്ട് നമ്പർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലോട്ട് നമ്പർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലോ, ഉൽപ്പന്നം തിരിച്ചറിയാൻ. അതായത് ഉൽപ്പന്നത്തിന്റെ നിർമ്മാണ ബാച്ച് തിരിച്ചറിയാൻ ഈ ലോട്ട് നമ്പർ സഹായിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏതാ പാക്കേജ്ഡ് കമ്മ്യൂണിറ്റി അല്ല? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, അതിൻ്റെ അകത്ത് ഏത് പാക്കേജ്ഡ് കമ്മ്യൂണിറ്റി അല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, തുറന്ന പച്ചക്കറി. അത് പാക്കേജ്ഡ് കമ്മ്യൂണിറ്റി അല്ല. മുൻകൂട്ടി പാക്ക് ചെയ്യാത്ത സാധനങ്ങൾ പാക്കേജ്ഡ് കമ്മ്യൂണിറ്റി അല്ല. അടുത്ത ചോദ്യം, പാക്കേജ്ഡ് കമ്മ്യൂണിറ്റീസ് റൂൾസ് ലംഘനങ്ങൾ പരിശോധിക്കുന്നത് ആരാണ്? അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം അല്ലേ. പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് റൂൾസ്, അതായത് ലംഘനങ്ങൾ, റൂൾസിന്റെ ലംഘനങ്ങൾ പരിശോധിക്കുന്ന ആരാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലേ, ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ മനസ്സിലാക്കാൻ പറ്റും. ലീഗൽ മെട്രോളജി ഓഫീസർ ആണ് അല്ലേ. നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ലീഗൽ മെട്രോളജി വകുപ്പാണ്. അടുത്ത ചോദ്യം, പാക്കേജ്ഡ് കമ്മോഡിറ്റി റൂൾസിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പാക്കേജ്ഡ് കമ്മോഡിറ്റി റൂൾസിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, മുകളിൽ പറഞ്ഞ എല്ലാം. അതായത് ഉപഭോക്തൃ സംരക്ഷണം, ശരിയായ അളവും വിലയും ഉറപ്പാക്കല്, കബളിപ്പിക്കൽ തടയല്. അതായത് പാക്കേജ് ചെയ്ത ഉൽപ്പന്നങ്ങളിൽ വ്യക്തതയും വിശ്വാസ്യതയും ഉറപ്പാക്കുകയാണ് ഈ നിയമങ്ങളുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.